ഒറ്റ ശിഖരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അവർ ലക്ഷ്മി ചിറ്റയുടെ അവിടേക്ക് പോവുകയാണ്. ഏറ്റുമാനൂർ ലക്ഷ്മി ചിറ്റയുടെ വീട് എത്താറായി. അവസാനം വീട്ടിലെത്തിയതും ഗേറ്റൊക്കെ തുറന്ന് ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുത്തിട്ട് തുളസി ചേട്ടൻ പറയണ, പ്രസന്നെ നീയല്ലേ ആദ്യം പോകേണ്ടത്, നിൻ്റെ സ്വന്തമല്ലേ, അതുകൊണ്ട് നീ ആദ്യം പോയി എന്ന് പറയണം കേട്ടോ. അതിനുശേഷം തുളസി ചേട്ടൻ ഓട്ടോറിക്ഷക്കാരന് പൈസയൊക്കെ കൊടുത്ത് യാത്രയൊക്കെയാണ്. പിന്നീട് പ്രസന്ന പോയി കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ചെറിയച്ചൻ വരികയാണ് കേട്ടോ. ചെറിയച്ചൻ പെട്ടെന്ന് തന്നെ പ്രസന്നയെ മനസ്സിലാകണം. നീ എത്ര നാളായി വന്നിട്ട്, വാ അകത്തേക്ക് കയറി വാ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ലക്ഷ്മിയെ വിളിക്കണം. ലക്ഷ്മി ഇതാരൊക്കെ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്ന് പറയണം കേട്ടോ. ലക്ഷ്മി ഇങ്ങനെ ഓടി വരും കേട്ടോ. ഓടി വരുമ്പോൾ പ്രസന്നയായിരിക്കും. പ്രസന്നെ, നീ ഇവളുടെ കല്യാണത്തിനും കൂടി എന്നെ ഞാൻ വിളിച്ചില്ലല്ലോ, നിനക്ക് ഞങ്ങളോട് ഇത്രയ്ക്ക് ശത്രുതയാണോ, നിന്നോട് എന്താ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ, നീ എന്തായാലും കയറി വാ, മോളെ കുഞ്ഞിന് എത്ര വയസ്സായി എന്ന് ചോദിക്കണം കേട്ടോ. 3 വയസ്സായി എന്ന് പറയണം. അതിനുശേഷം ലക്ഷ്മി പ്രസന്നയും മീനാക്ഷി എല്ലാം കുഞ്ഞിനെയും വിളിച്ചകത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. കുഞ്ഞ് ഒരേ കരച്ചിലായിരിക്കും. അത് കാണുമ്പോൾ ലക്ഷ്മി പറയും, അയ്യോ ഇവിടെ ബിസ്ക്കറ്റൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടൊന്നും വാങ്ങി വെക്കാറില്ല എന്നിങ്ങനെ പറയണം. സാരമില്ല, പിന്നെ എൻ്റെ ബാഗിലുണ്ട് എന്ന് മീനാക്ഷി പറയണം കേട്ടോ. അതേസമയം തുളസിച്ചേട്ടൻ്റെ അടുത്തേക്ക് ചെറിയച്ചൻ പോവുകയാണ്. ചെറിയച്ചൻ പോയിട്ട് പറയാം, നീ അന്നേ അഭിമാനിയല്ലേ, നീ എന്താ അവിടെ തന്നെ നിൽക്കണത്, നീ ഇങ്ങ് കയറി വാ, ഞാനിനി വിളിച്ചില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ചെറിയച്ചൻ പോയിട്ട് തുളസി ചേട്ടനെയും വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഞങ്ങളേതായാലും ഏറ്റുമാനൂരപ്പനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്ന് തുളസി ചേട്ടൻ പറയുകയാണ് കേട്ടോ. അതിനെന്താ, ഇപ്പോഴെങ്കിലും കാണാൻ സാധിച്ചല്ലോ, അത് നന്നായി, ഇവിടെ എന്തായാലും ഇരുന്നിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അവർ ഓരോ വിശേഷങ്ങളെല്ലാം പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയച്ചൻ പറയും, ലക്ഷ്മി ഇവർക്ക് ചായയൊന്നും കൊടുക്കണ്ടേ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ലക്ഷ്മിയും പ്രസന്നയും കൂടി അടുക്കളയിൽ പോവുകയാണ്. അടുക്കളയിൽ പോയിട്ട് ചായയെല്ലാം വെക്കുകയാണ് കേട്ടോ. ചായ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രസന്ന ലക്ഷ്മിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ, മീനാക്ഷിയുടെ കാര്യങ്ങളൊക്കെ പറയണം. വീണ്ടും കുഞ്ഞ് കരയും കേട്ടോ. ആ കുഞ്ഞിനെ എടുത്തിട്ട് മീനാക്ഷി പുറത്തേക്ക് പോവുകയാണ്. കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ ഉണ്ടായിരിക്കുന്നത് എന്നെല്ലാം പറയണം കേട്ടോ. അത് പ്രസന്ന മനസ്സിലാക്കി കൊടുക്കുകയാണ് ലക്ഷ്മി ചിറ്റയ്ക്ക്. അതേസമയം പിന്നീട് കാണുന്നത് ചന്ദ്രശേഖരൻ തുളസിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. തുളസി ചേട്ടൻ്റെ വീട് വരുമ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ആരെയും കാണുന്നുമില്ല. കുറേ വിളിക്കുന്നുണ്ടോ, തുളസി ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്ന നേരത്തെ ഒരു പ്രതികരണവുമില്ല. വീട് പൂട്ടിക്കിടക്കുകയാണ് കേട്ടോ. അയാൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് ആശ അപ്പുറത്ത് നിൽക്കുന്നത്. ആശ വന്നിട്ട് ചോദിക്കും, എന്താ സാറേ, എന്താ പ്രശ്നം ചോദിക്കും. ഇവിടുത്തെ താമസക്കാരെ എവിടെയെന്ന് ചോദിക്കും. ഇവിടുത്തെ താമസക്കാരെ അറിയില്ല, അവരെങ്ങോട്ടോ പോയിരിക്കുകയാണ് എന്ന് പറയും കേട്ടോ. അപ്പം നിങ്ങൾ ആരാണ് ചോദിക്കും. ഞാൻ അയൽവക്കക്കാരനാണ് എന്ന് പറയും. എന്നാൽ ശരി, അയാൾ വരുമ്പോൾ പറയും അയൽവക്കക്കാരാ ഇവിടെ ഞാൻ വന്നിരുന്നു എന്നും അവർ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കുമെന്നും പറയണം എന്ന് ചന്ദ്രമോഹനൻ ആശാനോട് പറയണം കേട്ടോ. അതിനുശേഷം ചന്ദ്രമോഹനൻ പോവുകയാണ്. അതേസമയം ഇവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുളസിച്ചേട്ടൻ കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. ഈ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സ് വരില്ല, പക്ഷേ അവർ കേസും കോടതിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ കുഞ്ഞിനെ കൊടുക്കേണ്ടത് വരും. ഞങ്ങൾക്ക് ഒരിക്കലും ഈ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, കാരണം മീനാക്ഷിക്കും അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മോൻ വരികയാണ് കേട്ടോ. അവൻ്റെ മോൻ അനന്തും ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ മീനാക്ഷിയെയും ഇവരെയും കണ്ടപ്പോൾ നിങ്ങളെപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കണം കേട്ടോ. ചിറ്റ എപ്പോഴാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചിറ്റയൊക്കെ നല്ല പരിചയമുള്ള പോലെയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ എന്തപ്പോൾ വന്നിട്ടേ ഉള്ളൂ, നീ അങ്ങനെ തടിച്ചല്ലോടി എന്നിങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം എല്ലാവരോടും ഒരു കുശലാന്വേഷണം നടത്തിയതിന് ശേഷം അവൻ അനന്ത് വേഗം കയറി മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രസന്നെ തുളസി ചേട്ടൻ ഇങ്ങനെ പറയാണ് കേട്ടോ, എന്താ ഇവനങ്ങനെ അവൻ്റെ കാര്യങ്ങൾ അങ്ങനെയല്ലേ, അതുകൊണ്ടാണ് അവൻ അധികം ആരോടും സംസാരിക്കാറില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ചെറിയച്ഛനും തുളസി ചേട്ടനും കൂടിയിട്ട് പുറത്തിങ്ങനെ പോകുമ്പോൾ കുറേ പൂക്കളും പലതരം ഓർക്കിഡും അങ്ങനെയുള്ള പുഷ്പങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇതെല്ലാം അനന്തുവാണ് ചെയ്യുന്നത്, അനന്തുവിൻ്റെ ബിസിനസ്സാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഈ ബിസിനസ്സിൽ നിന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോ എന്നിങ്ങനെ തുളസി ചേട്ടൻ ചോദിക്കും. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കിട്ടും, പക്ഷേ ഒരു മനസ്സുഖമല്ലേ ഇതെല്ലാം കാണുമ്പോൾ, അത് തന്നെയാണ് വലിയ കാര്യം. ഞാൻ പിന്നെ അവനോടൊന്നും പറയാറില്ല, എല്ലാം അവൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വിടാറുള്ളത് എന്നിങ്ങനെ ആ ചെറിയച്ഛൻ പറയാനിട്ട്. എന്തായാലും മീനാക്ഷിയെ അവിടെ തന്നെ നിർത്തിയിട്ട് തിരിച്ചു പോകാനാണ് തുളസി ചേട്ടൻ്റെ തീരുമാനം.